ചട്ടമ്പി കല്യാണി. രചന SMG. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. സ്കൂളിൽ മണിയടിച്ച് ഏതാനും നിമിഷങ്ങൾ മാത്രം കഴിഞ്ഞപ്പോഴാണ് ആ മഴ തുടങ്ങിയത്. കാർമേഘങ്ങൾ കറുത്തിരുണ്ട് പകലിന് രാത്രിയുടെ ഭാവം നൽകി. മഴ തുള്ളിക്കൊരു കുടം എന്ന പോലെ കനത്തു. പിന്നാലെ ഹെഡ് മാസ്റ്റർ രാഘവൻ മാസ്റ്ററുടെ ഗൗരവമുള്ള ശബ്ദം ക്ലാസ് മുറികളിലേക്ക് ഒഴുകിയെത്തി. കനത്ത മഴ കാരണം ഇന്ന് സ്കൂൾ നേരത്തെ വിടുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു. കുട്ടികൾ ആർപ്പുവിളികളോടെ ബാഗുകൾ വാരിയെടുത്തു. സിദ്ധാർത്ഥ്, എല്ലാവരുടെയും സിദ്ധു, കൂട്ടുകാർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. തോടും വയലും ഒന്നായി കരങ്ങി ഒഴുകിയായിരുന്നു. കുറച്ചു ദൂരം ആറോളം കൂട്ടുകാർ അവനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രാമത്തിൽ ഒരു ഇടവഴി തിരിഞ്ഞതോടെ സിദ്ധു ഒറ്റക്കായി. അവന്റെ വീടെത്തണമെങ്കിൽ ആറ്റിൽ തോടായി ഒഴുകുന്ന ജലപ്പരപ്പിന് കുറുകെയുള്ള ഒരു പാലം കിടക്കണം. കവുങ്ങുകൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ ആ താൽക്കാലിക പാലത്തിൽ വെള്ളം തൊട്ടിലെന്ന മട്ടിൽ കുതിച്ചൊഴുകുകയാണ്. സ്ഥിരമായി പോകുന്ന വഴിയായതുകൊണ്ട് സിദ്ധുവിന് ഭയമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പാലത്തിന്റെ പകുതിയിലെത്തിയപ്പോൾ കൂട്ടിക്കെട്ടിയ കവുങ്ങുകളിൽ ഒന്ന് ദ്രവിച്ച് അല്പം പൊട്ടിയിരിക്കുന്ന അവൻ ശ്രദ്ധിച്ചു. മഴയുടെ ശക്തിയിൽ അവൻ അതിലേക്ക് കാലുവെച്ചതും കവുങ്ങ് പൂർണ്ണമായി ഒടിഞ്ഞു. ഒരു നിമിഷം കാലു തെറ്റി. ആ 12 വയസ്സുകാരൻ ആർത്തലച്ചൊഴുകുന്ന തോട്ടിലേക്ക് നിലതെറ്റി വീണു. നീന്താൻ വശമില്ലാത്ത സിദ്ധു മുങ്ങിത്താഴ്ന്നു. ശക്തമായ ഒഴുക്ക് അവനെ നിമിഷങ്ങൾക്കകം മുന്നോട്ട് വലിച്ചു. ആരും കാണാനില്ലാത്ത വിജനമായ ഇടം. മരിച്ചുപോകും. ആ ചിന്ത അവന്റെ നെഞ്ചിൽ ഭയം തീർത്തു. മരണവെപ്രാളത്തിൽ അവൻ വെള്ളം കുടിച്ചു. കൈകാലിട്ടടിച്ചു. ബോധം മറിയും മുമ്പ് താൻ മരണത്തിന് കീഴടങ്ങിയാണെന്ന് ഉറപ്പിച്ച ആ നിമിഷത്തിൽ ആരോ ശക്തമായി തന്റെ മുടിയിൽ പിടിച്ചതായി സിദ്ധു ഒരു ഞെട്ടലോട് അറിഞ്ഞു. ശ്വാസം കിട്ടാതെ കണ്ണുകൾ ഇറുക്കിയടച്ച അവന്റെ ബോധം പൂർണ്ണമായി നശിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ ശരീരം വെള്ളത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് അവൻ മങ്ങിയ ഒരു അറിവോടെ തിരിച്ചറിഞ്ഞു. ചെളിയുടെയും മഴവെള്ളത്തിന്റെയും കലർന്ന ഗന്ധം അവന്റെ മൂക്കിലേക്ക് ഇരച്ചു കയറി. തന്നെ രക്ഷിച്ച ആരാണെന്നോ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നോ അറിയാൻ കഴിയുന്നതിന് മുമ്പ് അവന്റെ കണ്ണുകൾ പൂർണ്ണമായി അടഞ്ഞു. തണുത്തു മരവിച്ച തന്റെ കവിളിൽ വെള്ളം തട്ടുന്നു. ആരോ തോളിൽ തട്ടി. "ഏയ് സിദ്ധു, കണ്ണുറക്ക്" എന്ന് ശബ്ദമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവൻ മങ്ങിയ നിലയിൽ അറിഞ്ഞു. തണുപ്പ് അവന്റെ എല്ലുകളെ മരവിപ്പിച്ചു. കണ്ണുകൾ കഷ്ടപ്പെട്ട് തുറന്നപ്പോൾ ആദ്യം കണ്ട് തണുത്തുറഞ്ഞ മഴയുടെ വെളുത്ത തിരശീലയാണ്. എല്ലാം അവ്യക്തമായിരുന്നു. പിന്നെ കണ്ടത് വെള്ളം വാർന്നു പോകുന്ന ഒരു ചെങ്കൽ മതിലിന് താഴെ ചെളി നിറഞ്ഞ കരയിൽ താൻ കമിഴ്ന്ന് കിടക്കുന്നതാണ്. "സിദ്ധു, കണ്ണുറക്ക്, എണീക്ക്." പരിചിതമില്ലാത്ത ഒരു അശരീരി കേട്ട് സിദ്ധു തലയുയർത്തി. അടുത്തായ ഒരു രൂപം. നീല ടീഷർട്ട് ധരിച്ച് അവന്റെ അതേ പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ. അവന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഏതാ?" സിദ്ധുവിന്റെ തൊണ്ടയിടറി. ശബ്ദം പുറത്തു വന്നില്ല. "എന്റെ പേരെങ്ങനെ അറിയാം?" സിദ്ധു അതിശയത്തോടെ ചോദിച്ചു. "അതൊക്കെ അറിയാം," അവൻ നിസ്സംഗതയോടെ പറഞ്ഞു. അവൻ കൈകൊണ്ട് സിദ്ധുവിനെ താങ്ങിയിരുത്തി. "ഭാഗ്യം, ഇത്രയും വലിയ ഒഴുക്കിൽ നിന്ന് നിന്നെ എടുത്തു മാറ്റാൻ കഴിഞ്ഞ അത്ഭുതം തന്നെയാണ്. വെള്ളം കുടിച്ചതിന്റെ ക്ഷീണം പേടിക്കണ്ട," അവനെ ആശ്വസിപ്പിച്ചു. "ആരാ നീ?" സിദ്ധു ചുറ്റും നോക്കി. ആരും ഉണ്ടായിരുന്നില്ല. "ഈ പ്രദേശത്ത് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കണ്ടോ തറവാട് അറിയോ?" അവൻ തിരിച്ചു ചോദിച്ചു. "ആ, അറിയാം. അവിടുത്തെ ആരാ നീ?" "മാധവന്റെ മോനാ, അവിനാശ് എന്ന എൻ്റെ പേര്." "നിങ്ങളാണോ കാനഡയിലുള്ള?" സിദ്ധുവിന് ഓർമ്മ വന്നു. "അതെ, ഇപ്പൊ ലീവിന് വന്നാ." "അത് പോട്ടെ, ഇപ്പൊ എങ്ങനെയുണ്ട്? വീട്ടിലേക്ക് പോവല്ലേ?" അവിനാശ് ചോദിച്ചു. സിദ്ധു മെല്ലെ തലയാട്ടി. "എന്നാ ധൈര്യമായിട്ട് പോയിക്കോളൂ. ഈ മഴയത്ത് സൂക്ഷിക്കണം." സിദ്ധുവിന് തിരിഞ്ഞടക്കാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം മുമ്പ് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചവനാണ് മുമ്പിൽ. അവൻ വീതുമ്പലോട് അവിനാശിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. "അവിനാശ്, ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിപ്പൊന്നും തരാനില്ല." അവിനാശ് സിദ്ധുവിനെ ചേർത്ത് പിടിച്ചു. "എനിക്കൊന്നും വേണ്ട സിദ്ധു. നീ സുരക്ഷിതനായി വീട്ടിലെത്തിയാൽ മതി. ഈ സിദ്ധു എന്നും നിന്നോട് കടപ്പെട്ടിരിക്കും." സിദ്ധു അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. "സിദ്ധുവിനാവുന്ന എന്ത് സഹായം വേണമെങ്കിലും ഉണ്ടാവും. ജീവിതാവസാനം വരെ നിനക്ക്." വീട്ടിലെത്തിയ സിദ്ധു ഉണ്ടായതെല്ലാം വീട്ടുകാരോട് പറഞ്ഞു. അവിനാശിന്റെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് തന്നെ എല്ലാവരും അവിനാശിന്റെ കണ്ടോ തറവാട്ടിലേക്ക് പോയി. അവിടെ വെച്ചാണ് അവർ അവിനാശിനെ ശരിക്കും തിരിച്ചറിഞ്ഞത്. അവനും സിദ്ധുവിന്റെ അതേ പ്രായമാണ്, വെറും 12 വയസ്സ്. സിദ്ധുവിനെ രക്ഷിച്ചതിന് പിന്നിൽ രഹസ്യവും അവിടെ വെച്ച് അവർ അറിഞ്ഞു. അവിനാശ് ഒരു സാധാരണ പയ്യനല്ല. അവൻ സബ് ജൂനിയർ വിഭാഗത്തിലുള്ള നീന്തൽ ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിക്കുന്നവനാണ്. കാനഡയിലെ പരിശീലനത്തിന് ലീവിന് വന്നതായിരുന്നു അവൻ. അവന്റെ പ്രതികരണം കണ്ടാൽ തോന്നും ഒരു കളിപ്പാട്ട് എടുത്ത പോലെയാണ് നിന്നെ ഒഴുക്കിയെന്ന് രക്ഷിച്ചതെന്ന് സിദ്ധുവിന്റെ അമ്മ സ്നേഹത്തോട് അവനോട് പറഞ്ഞു. അവിനാശിന്റെ വീട്ടുകാരോട് സിദ്ധുവിന്റെ വീട്ടുകാർ നിറകണ്ണുകളോടെ നന്ദി പറഞ്ഞു. സിദ്ധുവിന് 2ാം ജന്മം നൽകിയ മകനെ കുറിച്ച് മാധവനും കുടുംബത്തിന് അഭിമാനം തോന്നി. ലീവ് കഴിഞ്ഞ് അവിനാശും കുടുംബവും കാനഡയിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന ദിവസം സിദ്ധുവും കുടുംബവും അവനെ യാത്രയാക്കാൻ കണ്ടോ തറവാട്ടിലേക്ക് വീണ്ടും എത്തി. "അവിനാശ്, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല," സിദ്ധു പറഞ്ഞു. അന്ന് യാത്ര പറഞ്ഞു പോയ അവിനാശിനെ പിന്നെ കണ്ടതേയില്ല. കാനഡയിലേക്ക് മടങ്ങിയ ശേഷം അവനെക്കുറിച്ച് ഒരു വിവരവും സിദ്ധുവിനോ അവന്റെ കുടുംബത്തിനോ ലഭിച്ചില്ല. ആദ്യമൊക്കെ സിദ്ധുവിന് വിഷമമായിരുന്നെങ്കിലും ജീവിതം പതിയെ മുന്നോട്ട് പോയി. വർഷങ്ങൾ പലതും കടന്നുപോയി. തോടിന്റെ പാലം കോൺക്രീറ്റായി മാറി. സിദ്ധു ഒരു യുവ എഞ്ചിനീയറാണ്. നഗരത്തിലെ ഒരു പ്രമുഖ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. തിരക്കിട്ട മീറ്റിങ്ങുകൾക്കും പ്രൊജക്ടുകൾക്കും ഇടയിൽ ബാല്യകാലത്തെ ആ സംഭവം ഒരു മധുരമുള്ള ഓർമ്മ മാത്രമായി ഒതുങ്ങി. ഒരു സാധാരണ ബുധനാഴ്ച വൈകുന്നേരം ഓഫീസിലെ തിരക്കുകൾ അവസാനിപ്പിച്ച് സിദ്ധു തന്റെ ബൈക്കെടുത്ത് വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു.
മഴയുടെ നേരിയ തണുപ്പുണ്ടായിരുന്നു അന്തരീക്ഷത്തിൽ. ഫോണിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് വെറുതെ പാട്ട് കേട്ട് പോകുമ്പോൾ അപരിചിതമായ ഒരു അന്താരാഷ്ട്ര നമ്പറിൽ നിന്നൊരു കോള് വന്നു. സിദ്ധു കോൾ എടുത്തു. ഹലോ. മറുതലക്കിൽ നിന്ന് കുറച്ച് പരുവരുത്തവും എന്നാൽ പരിചിതമെന്ന് തോന്നുമായൊരു ശബ്ദം. ഏയ് സിദ്ധു, ഇത് അവിനാശാണോ? സിദ്ധു ഒരു നിമിഷം ഞെട്ടി. അവന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഏതാണ്ട് 13 വർഷങ്ങൾക്കിപ്പുറം. അവിനാശ്, നീയോ? ആവേശവും അവിശ്വസനീയതയും കാരണം അവന്റെ ശബ്ദമുയർന്നുപോയി. റോഡരികിലേക്ക് ബൈക്ക് ഒതുക്കി നിർത്തി. അതെ സിദ്ധു, കണ്ടു തറവാട്ടിൽ അവിനാശ്. മറുതൽക്കൽ നിന്ന് ചിരി കേട്ടു. നിന്നെ ഫോണിൽ കിട്ടാൻ ഇത്തിരി പ്രയാസപ്പെട്ടു കേട്ടോ. വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ, എത്ര വർഷമായി? നിനക്കിന്നെ ഓർമ്മയുണ്ടായിരുന്നോ? സിദ്ധുവിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. നിന്നെ ആരെങ്കിലും മറക്കും സിദ്ധു? വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് വെറുതെ ആയില്ലല്ലോ. അവിനാശ് കളിയാക്കി. നീ ഇപ്പോൾ എവിടെയാ? എന്ത് ചെയ്യുക? സംഭാഷണം നീണ്ടുപോയി. കാനഡയിലെ പഠനവും നീന്തൽ പരിശീലനവും കഴിഞ്ഞ് അവിനാശ് ഇപ്പോൾ അമേരിക്കയിലെ ഒരു മറൈൻ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണെന്ന് സിദ്ധു അറിഞ്ഞു. അവന്റെ നീന്തൽ സ്വപ്നങ്ങൾ ഒരു കായിക താരം എന്ന നിലയിൽ പൂർണ്ണമായില്ലെങ്കിലും വെള്ളത്തോടുള്ള അവന്റെ ഇഷ്ടം ഈ മേഖലയിൽ എത്തിച്ചു. സംസാരത്തിനിടയിൽ അവിനാശ് പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ നാട്ടിലേക്ക് വരും. കൻ യു കം ആൻഡ് പിക്ക് അറ്റ് ദി എയർപോർട്ട്? അവിനാശ് ചോദിച്ചു. തീർച്ചയായും, ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ വരും. സിദ്ധുവിന് സന്തോഷം അടക്കാനായില്ല. കല്യാണി, മോളെ കല്യാണി, എണീറ്റ്. പുറത്ത് ചെക്കന്മാർ കൊന്നപ്പവും കൈനീട്ടും റെഡിയായി നിപ്പുണ്ട്. ഇന്ന് വിഷു അല്ലേ, കാണി കാണണ്ടേ എന്റെ കുട്ടിക്ക്. അടുക്കളയിൽ നിന്ന് അമ്മയുടെ ലേശം ലൗഡ് സ്പീക്കർ ഇട്ട പോലെ ഒരു വിളി. അതിനോട് ചേർന്ന് മുറ്റത്ത് ചെറിയൊരു പടക്കം ചടപടാ പൊട്ടുന്ന ശബ്ദവും. കല്യാണി എന്ന ചട്ടമ്പി കല്യാണി കട്ടിൽമേൽ അനാട്ടമി പഠിക്കാനെന്ന മട്ടിൽ തലകീഴായി കിടക്കുകയായിരുന്നു. ശബ്ദങ്ങൾ കേട്ടപ്പോൾ അവൾ പുതപ്പ് തലവഴി ഒന്നുകൂടി വലിച്ചിട്ടു. ഒരു വിഷു വന്നാലുള്ള കഷ്ടപ്പാടി. ഇവരാരും തിരുവോണത്തിന് ഓലപ്പടക്കം പൊട്ടിച്ച് ശല്യം ഉണ്ടാക്കിയില്ലല്ലോ. ഇത് വലിയ ആനക്കാര്യം. അവൾ പിറുപിറുത്തു. കല്യാണിക്കുട്ടി, നിന്നോട് അമ്മയാ പറയുന്നു, ഇനി എണീറ്റില്ലെങ്കിൽ ആൾക്കാർ പോവും. പിന്നെ കൈനീട്ടം കിട്ടില്ല കേട്ടോ. സിദ്ധുണ്ട് കൂടെ, നിന്റെ വലിയേട്ടന്റെ ചങ്ങാതി. അവനെങ്കിലും വന്നാൽ ഇത്തിരി കൂടുതൽ കിട്ടും. അമ്മയുടെ വാക്കിൽ സിദ്ധുവിന്റെ പേര് കേട്ടതും കല്യാണിയുടെ കണ്ണ് ചെറുതായിട്ടൊന്ന് മിഴിഞ്ഞു. ഓഹോ, സിദ്ധുവേട്ടനുണ്ടോ? അങ്ങേർക്ക് സ്ഥിരമായിട്ട് ഒരു 500 നോട്ട് കാണും പോക്കറ്റിൽ. 50 രൂപ വരുന്ന വലിയേട്ടനെ പോലെയല്ല. കല്യാണി മനസ്സിൽ കണക്ക് കൂട്ടി. പെട്ടെന്ന് വാതിൽ മുട്ടിക്കേട്ട് കല്യാണി ചാടി എഴുന്നേറ്റു. കല്യാണി വാതിൽ പാളിയുടെ മറവിൽ നിന്നുകൊണ്ട് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു. ചന്ദനത്തിരിയുടെ മണം. എല്ലാം കൃഷ്ണ, നീ തന്ന കണി. എന്നാൽ ഈ കണിക്ക് ഇത്രയും പഴം വെക്കാൻ എന്തിരിക്കുന്നു? ഒരു മാങ്ങ, ഒരു ഏത്തപ്പഴം ധാരാളം. ബാക്കിയൊക്കെ ഞാൻ കഴിച്ചേനെ, അവൾ മനസ്സിൽ വിചാരിച്ചു. വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് കണിയുമായി നിൽക്കുന്ന കൂട്ടുകാർക്ക് നടുവിൽ കസവും മുണ്ടും മഞ്ഞ ഷർട്ടും ധരിച്ച് മീശ വിരിച്ച് തലയുയർത്തി നിൽക്കുന്ന സിദ്ധുവിനെ അവൾ കണ്ടു. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. കൃഷ്ണ വിഗ്രഹത്തിൽ തൊഴുതു. ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം കണിയുരുളിൽ വെച്ചിരുന്ന ഒരു വട്ടൻ നാടൻ മാങ്ങ എടുത്തു. എന്നിട്ട് നാണ അഭിനയിച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കി. എന്റെ സിദ്ധു ഏട്ടാ, ഞാൻ കണി കണ്ടു കഴിഞ്ഞു. ഇനി കൈനീട്ടം തന്ന കൊള്ളാം. കുറഞ്ഞൊന്നും പറ്റില്ല കേട്ടോ. കുറഞ്ഞാൽ ഞാൻ മാങ്ങി ഉടുപ്പിന്റെ കീശയിലിടും. എന്നിട്ട് ആരെങ്കിലും കണ്ടാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെന്ന് പറയും. സിദ്ധു ചിരിച്ചുപോയി. അവൻ കല്യാണിയുടെ അടുത്ത് വന്ന് നിന്നു. ആഹാ, അവ കള്ളത്തരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞോ? ഈ വർഷത്തെ ആദ്യത്തെ കള്ളത്തരം. ഇത് കളവ് പറയുന്നതിന് ആദ്യമേ നിനക്കുള്ള കൈനീട്ടം എന്നും പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്ന് ചുരുട്ടിയിരുന്നോട്ട് കല്യാണിക്ക് നേരെ നീട്ടി. വെറും 500. കഴിഞ്ഞ വർഷം 600 എന്നില്ലേ? നിങ്ങൾ ബിസിനസ്സുകാരനല്ലേ? വിലക്കയറ്റനുസരിച്ച് കൈനീട്ടത്തിലും മാറ്റം വരണ്ടേ? കല്യാണി ചുണ്ടുകൂട്ടി. എന്റെ വായാടി ഇത് വെറും തുടക്കം മാത്രം. ബാക്കിയുള്ള നീ എന്നെ പറ്റിക്കാൻ നല്ല കുട്ടിയായിട്ട് അമ്പലത്തിൽ പോയി വന്ന അപ്പത്തരാ. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ തവണത്തെ പോലെ എങ്ങാനും ഈ നോട്ടെടുത്ത് ആ കുട്ടികളെ വെല്ലുവിളിക്കാനോ പടക്കം വാങ്ങാനോ പോയാറുണ്ടല്ലോ. സിദ്ധു അവളെ താക്കീത് ചെയ്തു. നിങ്ങൾ ഈ ഉണക്ക 500 കൊണ്ട് എന്ത് കിട്ടാനാ? സിദ്ധു ചിരിയോടെ അവളെ നോക്കി. പിന്നെ നിനക്ക് ആര് തരാനാ ഇത്രയൊക്കെ? ഈ ഉണക്ക 500 പോലും കൂടുതലാ. തരാനാണ് ആളില്ലാത്ത. എന്റെ സ്വപ്നത്തിലെ രാജകുമാരൻ വരും എന്നെ കെട്ടാൻ. അവൻ തരും, എനിക്ക് വേണ്ട. ഞാനെന്നും പല കാരണങ്ങൾ പറഞ്ഞു ഇവിടെ വരുന്നത് എന്റെ പെണ്ണിനെ കണി കാണാൻ വേണ്ടിയാണെന്ന് ഇവൾ അറിയുന്നില്ലല്ലോ. സിദ്ധു മനസ്സിലോർത്തു. എന്നാൽ ഉള്ളിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറയാനുള്ള ധൈര്യവും കിട്ടുന്നില്ലല്ലോ ദൈവമേ. പിറ്റേന്ന് രാവിലെ കവലിൽ വെച്ച് സിദ്ധു കല്യാണിയുടെ അമ്മയെ കണ്ടു. സിദ്ധു മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നിറച്ചിരിയോടെ അമ്മ പറഞ്ഞു. എന്താ ശാരദാമേ ആ സന്തോഷ വാർത്ത? ആകാംക്ഷയോടെ സിദ്ധു ചോദിച്ചു. കല്യാണിക്കൊരു നല്ല ആലോചന വന്നിട്ടുണ്ടടാ. അമ്മയത് പറഞ്ഞപ്പോൾ എനിക്ക് നെഞ്ചിലൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു. ചെക്കൻ ബിസിനസ്സുകാരനാ, നല്ല കുടുംബം, നല്ല പ്രായത്തിൽ കെട്ടിച്ചു വിടുന്ന കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് സന്തോഷം തളം കെട്ടി നിന്നിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടോ? അവന്റെ ശബ്ദം നേർത്തു. ഒന്നും പറഞ്ഞില്ല. നീ ചോദിച്ചു നോക്ക്. നീയല്ല അവിടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. നീ പറഞ്ഞ അവൾ കേൾക്കും. ചോദിക്കാം. കണ്ണുകൾ നിറഞ്ഞത് അമ്മ കാണാതിരിക്കാനൊരു ശ്രമം നടത്തി. മുന്നോട്ട് നടന്നു അവൻ. എന്നെ വിശ്വസിച്ചാണോ ആന്റി ഈ ഭാരം എന്നെ ഏൽപ്പിക്കുന്നു? എന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആ ആലോചന വന്നു പോലും. അവൻ നിശബ്ദമായി പെരുവിർത്തു. പിറ്റേന്ന് അമ്പലത്തിൽ പോയി വരുന്ന വഴി സിദ്ധു കല്യാണിയെ കണ്ടു. നല്ല ആലോചനയാണ് നമ്മ പറയുന്നത്. നിനക്കിഷ്ടമായോ? സിദ്ധു വിഷമത്തോടെ ചോദിച്ചു. ഇഷ്ടക്കേടൊന്നുമില്ല സിദ്ധു ഏട്ടാ. കല്യാണത്തിന് ശേഷം പഠിക്കാൻ പോയിക്കുന്ന പുള്ളി പറയുന്നത് എനിക്ക് പഠിച്ചൊരു ജോലി വാങ്ങണം, അച്ഛനെ അമ്മയെ ഹെൽപ്പ് ചെയ്യണം. അവൾ നിസ്സംഗതയോടെ മറുപടി പറഞ്ഞു. ഞാനൊന്ന് മൂളി. ആ മൂളിലൊരു സമ്മതമായിരുന്നില്ല, ഒരു തോൽവിയായിരുന്നു. ഏട്ടൻ്റെ അഭിപ്രായം എന്താ? അവൾ കണ്ണുകളിലേക്ക് നോക്കി. ഞാനെന്ത് പറയാനടി? നിനക്ക് നല്ലതാണെന്ന് തോന്നിയെങ്കിൽ ഓക്കെ പറഞ്ഞേക്ക്. അവന്റെ വാക്കുകൾക്ക് ജീവനില്ലായിരുന്നു.
എന്താണ് നിന്റെ മൊത്തൊരു വാട്ടം? ഞാൻ പോകുന്ന എനിക്ക് സങ്കടമായോ? അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഏയ് ഒന്നുമില്ല. ഞാനും ചിരിക്കാൻ ശ്രമിച്ചു. ആ ചിരിയിൽ എനിക്കെങ്ങനെ സങ്കടമില്ലാതിരിക്കും? എൻ്റെ ഹൃദയമല്ലേ കൊത്തിപ്പറിച്ച് കൊണ്ടുപോകുന്ന എന്ന ചോദ്യം ഒളിപ്പിച്ചു വെച്ചു. ഓവ, നിങ്ങളെ കാണാൻ തുടങ്ങിയൊരു കാലം കുറയായില്ലേ? എനിക്കറിയാം നിങ്ങളെ. എന്നെ അറിയുന്ന നിനക്ക് എൻ്റെ ഉള്ളിലെ പ്രണയം കാണാൻ കഴിഞ്ഞില്ലല്ലോടി. നീ കാത്തിരുന്ന രാജകുമാരൻ ഞാൻ തന്നെയായിരുന്നെന്ന് നിനക്കൊന്നും തോന്നിയില്ലല്ലോ എന്ന് പറയാൻ തോന്നിയെങ്കിലും അത് അടക്കി വെച്ചു. ഇപ്പോൾ പോട്ടടി, ഇച്ചിരി പണിയുണ്ട്. അവൻ ഒഴിഞ്ഞു വരാൻ ശ്രമിച്ചു. പണിയോ? ശരി, എങ്കിലും ഓക്കെ പറയാല്ലേ? പറഞ്ഞു. അവൻ മറുപടി പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. ആ ചിരി അവൻ്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവളുടെ ചിരി കണ്ട് ഹൃദയം നോവുന്നത്. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. പെണ്ണുകാണലും വളയിടൽ ചടങ്ങും. ഓരോ ചടങ്ങിലും സിധു നിശബ്ദമായൊരു പ്രേക്ഷകനെ പോലെ നോക്കി നിന്നു. കല്യാണി, എന്നോട് ഇത്രയും അടുത്ത് നിന്നിട്ടും എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും കണ്ടറിഞ്ഞിട്ടും നീ എൻ്റെ ഇഷ്ടം മാത്രം അറിയാതെ പോയി. അതോ ഞാൻ തുറന്നു പറയാത്തതുകൊണ്ട് നീ അറിയാതിരുന്നാണോ? അവൻ സങ്കടത്തോടെ ഓർത്തു. കല്യാണിയുടെ വളയിടൽ ചടങ്ങ് കഴിഞ്ഞു. മണ്ഡപം ഒഴിഞ്ഞു. ചുറ്റും ചിരിയും ബഹളങ്ങളും ഉണ്ടായിരുന്നെങ്കിലും സിധുവിൻ്റെ ലോകം നിശബ്ദമായിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞുപോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സിധു വീട്ടിലിരിക്കുമ്പോൾ സിധുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഫോണിൻ്റെ അങ്ങേ തലക്കിൽ നിന്നോ പറഞ്ഞ കാര്യം കേട്ട് സിധു ഞെട്ടി. വാട്ട്? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.